Hello everyone. നമ്മൾ Cauchy's integral formula എടുക്കാൻ പോകുന്നത്. Cauchy's integral formula പറഞ്ഞ തിയർ ആണ്. തിയർ നോക്കാം. Let f be analytic everywhere within and on a simple closed contour C taken in the positive sense. If z0 is any point interior to C, then f of z0 equal to 1 by 2 pi integration closed integration C f of z by z minus z0 dz. In other words, integration over C f of z by z minus z0 dz can be written as 2 pi I into f of z0. അതായത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഒരു അനലറ്റിക് ഫംഗ്ഷനാണ്. എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ ഒരു ഡൊമൈൻ ഡി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി നമ്മളെടുത്തു. ആ സിയുടെ ഉള്ളിൽ എല്ലാ പോയിന്റിലും എഫ് എന്താണ്, അനലറ്റിക് ആണ്. അതിൽ സെറ്റ് നോട്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മളെടുത്തു. ആ പോയിന്റ് ആ സിയുടെ ഉള്ളിലുള്ള പോയിന്റാണ്. സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ആ സിയുടെ ഉള്ളിലുള്ള ഒരു പോയിന്റ് നമ്മളെടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 1 by 2 pi I ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഡി സെറ്റ് എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഡി സെറ്റ് ഈക്വൽ ടു 2 pi I ഇൻറ്റു എഫ് ഓഫ് സെറ്റ് നോട്ട്. അത് നമുക്ക് ഇതിൽ ഈ ഒരു തിയറം യൂസ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ യൂസ് ചെയ്ത് നമ്മൾ ഇൻ്റഗ്രേഷൻ കാണുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതായത് എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഡി സെറ്റ് ഈക്വൽ ടു 2 pi I ഇൻറ്റു എഫ് ഓഫ് സെറ്റ് നോട്ട്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, തിയറം പഠിക്കാനുള്ളതാണ്. എന്തായാലും വരും എക്സാമിന്. അപ്പോൾ എന്തായാലും ആ തിയറം പഠിച്ചു വയ്ക്കാം. അതിന് പ്രൂഫ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യാം. Integrate z square minus 1 by z square plus 1 in the counter clockwise sense around the circle. First one, mod z equal to 1 by 2. Second one, mod z minus I equal to 1. And third one, mod z equal to 2. അതായത് ഈ mod z equal to 1 by 2, mod z minus I equal to 1, mod z equal to 2 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സി ഡിഫൈൻ ചെയ്ത് പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അറൗണ്ട് ഈ സർക്കിളാണ്, നമുക്ക് അതറിയാം. അതായത് സർക്കിളിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു ആർ ആണ്. ആർ റേഡിയസ് ആയിട്ട് സെറ്റ് നോട്ട് സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കിവിടെ എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ? സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് സ്ക്വയർ പ്ലസ് 1 ആണ്. അതിന് നമ്മൾ ഓരോ പാത്തിലും ഫസ്റ്റത്തെ പാത്ത് C1, C2, C3 എന്നാണ് 3 പാത്താണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ 3 പാത്തിലും ഇൻ്റഗ്രേറ്റ് ചെയ്ത വാല്യൂ എന്താണെന്നാണ് നമുക്ക് കണ്ടെത്തുന്നത്. അത് നമ്മൾ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ്, ആ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും അനലറ്റിക് ആണ്. ബട്ട് എവിടെ? സെറ്റ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ എന്താണ്? അനലറ്റിക് ആണ്. നമുക്ക് ആദ്യം നോക്കാം. ദി ഗിവൺ ഫംഗ്ഷൻ ബീങ് എ റാഷണൽ ഫംഗ്ഷൻ, ഒരു റാഷണൽ ഫംഗ്ഷനാണ്. ഇസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ, എല്ലാ സ്ഥലത്തും അതെന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. വെർ എക്സെപ്റ്റ് അറ്റ് പോയിന്റ്സ് വിച്ച് മേക്സ് ഇറ്റ്സ് ഡിനോമിനേറ്റർ 0, ദാറ്റ് ഈസ് അറ്റ് പോയിന്റ്സ് വെർ സെറ്റ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് അറ്റ് സെറ്റ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് I. Hence z square minus 1 by z square plus 1 is analytic in every domain not containing z equal to plus or minus I. z equal to plus or minus I എന്ന് പറഞ്ഞ പോയിന്റ് ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും എന്താണ്? നമ്മളുടെ എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് സ്ക്വയർ പ്ലസ് 1 അനലറ്റിക് ആണ്. ഓക്കെ, ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അനലറ്റിക് ആയിരിക്കും. ദെൻ നമുക്ക് ഫസ്റ്റ് കേസിൽ നമുക്ക് പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താ? ക്വസ്റ്റ്യൻ നോക്കാം. മോഡ് സെറ്റ് ഈക്വൽ ടു 1 by 2 ആണ്. മോഡ് സെറ്റ് ഈക്വൽ ടു 1 by 2 ആണ്. 1 by 2 റേഡിയസിൽ 0 സെൻറ്റർ ആയിട്ട് വരുന്ന സർക്കിളാണ്. അപ്പോൾ അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 by 2 റേഡിയസിൽ 0 ഒറിജിൻ സെൻറ്റർ ആയിട്ട് വരുന്ന സർക്കിൾ. Let f of z equal to z square minus 1 by z square plus 1. Here path of integration C is the circle mod z equal to 1 by 2, that is circle with the center, origin and radius 1 by 2. സിൻസ് നമുക്ക് അറിയാം z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് I എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് ആണ് എഫ് ഓഫ് സെഡ് അനലറ്റിക് അല്ലാത്ത 2 പോയിൻറ്റ്സ്. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് I ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ, ഈ ഒരു സിയുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലേ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1 by 2 റേഡിയസ് ആണ്. 1 by 2 റേഡിയസ് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. I ഇവിടെ നമുക്ക് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് I, അതേപോലെ മൈനസ് I ആണ് ഇത്. പക്ഷേ എന്തുണ്ട്? ഐയും മൈനസ് ഐയും ഈ സിയുടെ ഉള്ളിലല്ല ഉള്ളത്, പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ്റെ ഉള്ളിൽ അല്ല ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് കോഷി-ഗോർസാക്ക് തിയറം എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ അനലറ്റിക് അല്ലാത്ത പോയിന്റ്, അനലറ്റിക് അല്ല, അതായത് സി എന്ന് പറഞ്ഞാൽ ആ ഒരു പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡൊമൈനിൽ നമ്മുടെ ഫംഗ്ഷൻ
വിത്തിൻ ആൻഡ് ഓൺ സി, അതായത് അതിൻ്റെ ഉള്ളിലും അതിൻ്റെ സിയുടെ മേലെയും ഫംഗ്ഷൻ ഡിഫൈൻഡ് അനലറ്റിക് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്തായിരിക്കും 0 ആണെന്നാണ് നമ്മൾ കോഷി ഗോർസാക്ക് തിയറത്തിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തിയറത്തിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, ഐയും മൈനസ് ഐയും ആണ് ആകെ 2 പോയിൻ്റ് ഉള്ളത് എഫ് ഓഫ് സെറ്റ് അനലറ്റിക് അല്ലാത്തത്. ആ 2 പോയിൻറ്റും എന്തിലില്ല, സി എന്ന് പറഞ്ഞാൽ ഈ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷനിൽ ഇല്ല. നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ ഈ ഒരു സി എന്ന് പറഞ്ഞ ഡൊമൈനിൽ അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൽ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ 0 ആണെന്ന് പറയാം. Okay, since the point z equal to plus or minus I lies outside C, f of z is analytic within and on C. Okay, hence by Cauchy-Gaussian theorem, integration over C z square minus 1 by z square plus 1 dz equal to integration over C f of z dz equal to 0. ഇവിടെ C എന്ന് പറഞ്ഞാൽ mod z equal to 2 half ആണ്, സോറി mod z equal to half ആണ്. ആ സിയിൽ ഐയും മൈനസ് ഐയും ഇല്ല. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത്, ഫസ്റ്റ് പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടി. നമ്മൾ അടുത്ത പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ നോക്കാം. സെക്കൻഡ് വൺ എന്തായിരുന്നു, മോഡുലസ് ഓഫ് സെഡ് മൈനസ് ഐ ഈക്വൽ ടു 1. മോഡുലസ് ഓഫ് സെഡ് മൈനസ് ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇസ് എ സർക്കിൾ ഓഫ് സെൻറ്റർ ഐ ആൻഡ് റേഡിയസ് 1. സോ നമുക്ക് സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് സർക്കിൾ വരുന്നത്. സെൻറ്റർ ഐ ആയിട്ട് 1 റേഡിയസിലാണ് നമ്മൾ സർക്കിൾ വരച്ചിരിക്കുന്നത്. The point z equal to I lies inside C and z equal to minus I lies outside C. മൈനസ് ഐ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഈ മൈനസ് ഐ എന്ന് പറഞ്ഞത് ഈ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ, അതായത് സിയിലില്ല, പക്ഷേ ഐ എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ ഉണ്ട്, സിയുടെ ഉള്ളിലുണ്ട്. ദെൻ സെഡ് സ്ക്വയർ മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു, നമുക്കതിനെ രണ്ടെണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ്. സെഡ് സ്ക്വയർ മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1ന് നമുക്ക് സെഡ് മൈനസ് 1 സെഡ് പ്ലസ് ഐ ഇൻറ്റു സെഡ് മൈനസ് ഐ എന്ന് എഴുതാൻ പറ്റും. സെഡ് സ്ക്വയർ പ്ലസ് 1ന് നമുക്ക് സെഡ് പ്ലസ് ഐ ഇൻറ്റു സെഡ് മൈനസ് ഐ എന്ന് എഴുതാം. അപ്പോൾ അതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, സെഡ് സ്ക്വയർ മൈനസ് 1 ബൈ സെഡ് പ്ലസ് ഐ ഇൻറ്റു സെഡ് മൈനസ് ഐ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ആണ് എന്ത് വരിക, 0 വരിക. ഈ ഒരു വാല്യൂവിലാണ് നമ്മൾ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 0 വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിന് എഫ് ഓഫ് സെഡ് ആയിട്ട് എടുത്തു. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. ഇതിൽ സെഡ് മൈനസ് സെഡിൻ്റെ സ്ഥലത്ത് ഐ കൊടുത്താലാണ് നമുക്ക് 1/0 എന്ന് പറഞ്ഞ് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിന് എഫ് ഓഫ് സെഡ് ആയിട്ട് ചൂസ് ചെയ്തു. ലെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ മൈനസ് 1 ബൈ സെഡ് പ്ലസ് ഐ. കാരണം എന്താ, ഐ എന്ന് പറഞ്ഞത് ഉള്ളിലായതുകൊണ്ട്. ഇനി മൈനസ് ഐ ആണ് ഇതിൻ്റെ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യും, മൈനസ് ഐ ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നെങ്കിൽ നമ്മൾ എഫ് ഓഫ് സെഡ് ആയിട്ട് സെഡ് സ്ക്വയർ മൈനസ് 1 ബൈ സെഡ് മൈനസ് ഐനെ ചൂസ് ചെയ്യും. കാരണം മൈനസ് ഐ ഇതിൽ കൊടുത്താലാണ് എന്ത് വരിക, 0 വരിക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ദെൻ ലെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ മൈനസ് 1 ബൈ സെഡ് പ്ലസ് ഐ ആയിട്ട് ചൂസ് ചെയ്യും. ദെൻ എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി. ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു എഫ് ഓഫ് സെഡ് എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ അനലറ്റിക് ആണ്. ഐ കൊടുത്താലും നമുക്ക് എന്തേ വരുള്ളൂ, ഐ പ്ലസ് ഐ എന്ന് വരും, 2i എന്ന് വരുള്ളൂ. ഫംഗ്ഷൻ അനലറ്റിക് ആണ്. ഓക്കെ, ഹെൻസ് ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇനി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ച് നമുക്ക് എന്തായിരുന്നു കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, ഇൻ്റഗ്രേഷൻ ഓവർ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട്. ഇവിടെ സെഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിൻ്റായിട്ട് നമ്മൾ എന്തെടുത്തത്, കാരണം ഈ സെഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ഇതിൻ്റെ ഉള്ളിലുള്ളതാണ്. ഈ ഒരു സി എന്ന് പറഞ്ഞ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ള പോയിൻ്റാണ് നമ്മൾ സെഡ് നോട്ട് എന്ന് പറഞ്ഞ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളിലുള്ള പോയിന്റ് ഏതാ, ഐ ആണ്. ഓക്കെ, അനലറ്റിക് അല്ലാത്ത പോയിന്റ് ഐ ആണ്. അപ്പോൾ നമ്മൾ സെഡ് നോട്ട് പറഞ്ഞിട്ട് ഐനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇത് നമുക്ക് ഇൻ്റഗ്രേഷൻ ഓവർ സി സെഡ് സ്ക്വയർ മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓവർ സി സെഡ് സ്ക്വയർ മൈനസ് 1 ബൈ സെഡ് പ്ലസ് ഐ ഇൻറ്റു 1 ബൈ സെഡ് മൈനസ് ഐ ഡി സെഡ്. ഓക്കെ, അതായത് ഈ ഒരു രൂപത്തിൽ ഇതിനെ നമ്മൾ ഈ ഒരു രൂപത്തിൽ എഴുതി. ഈ ഒരു രൂപത്തിൽ ഇതിനെ എഴുതി 1 ബൈ സെഡ് മൈനസ് ഐ ഡി സെഡ്. ഇനി ഇതിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഫ് ഓഫ് സെഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൽ ഇതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എഫ് ഓഫ് സെഡ് കൊടുത്തു, എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് ഐ. ഓക്കെ, ഡി സെഡ്. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം, എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് ഐ ഡി സെഡ്. എഫ് ഓഫ് സെഡ് പറഞ്ഞാൽ സെഡ് സ്ക്വയർ മൈനസ് 1 ബൈ സെഡ് പ്ലസ് ഐ ഡിവൈഡഡ് സെഡ് മൈനസ് ഐ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട്. ഇവിടെ സെഡ് നോട്ട് പറഞ്ഞാൽ ഐ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇതാണ്. ഈ റൗണ്ട് ചെയ്തിട്ടുള്ളതാണ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഈ റൗണ്ട് ചെയ്തിട്ടുള്ളതാണ് എഫ് ഓഫ് സെഡ് 1. ഇനി ഇതിൽ നമ്മൾ എന്ത് കൊടുക്കുക, സെഡിൻ്റെ സ്ഥലത്ത് ഐ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും, ഐ സ്ക്വയർ മൈനസ് 1/i പ്ലസ് ഐ എന്ന് വരും. സോ ഐ സ്ക്വയർ മൈനസ് 1/2i എന്ന് വരും. ഇവിടെ 2πi ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1/i 2i. സോ 2ഉം ഐയും ക്യാൻസൽ ചെയ്ത് പോകും, 2ഉം ഐയും ക്യാൻസൽ ചെയ്ത് പോകും. അതേപോലെ ഐ സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സ്ക്വയർ പറഞ്ഞാൽ -1 ആണ്. സോ -1 വരുമ്പോൾ -2 എന്ന് വരും. അപ്പോൾ അവിടെ ഒരു -2 വരുന്നുണ്ട്. ഇവിടുത്തെ ഐയും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായിട്ട് എഴുതി തരാം. ഇതിന് നമുക്ക് 2πi ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1/i പ്ലസ് ഐ എന്ന് വന്നു. അതായത് 2πi ഇൻറ്റു ഐ സ്ക്വയർ പറഞ്ഞാൽ -1 പറഞ്ഞാൽ ഇൻറ്റു -2 ഡിവൈഡഡ് 2i എന്ന് വരും. സോ 2iയും ഇവിടുത്തെ 2πiയിൽ 2iയും ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും, -2π എന്നാണ് ആൻസർ വരിക. ഓക്കെ, -2π എന്നാണ് ആൻസർ. അതായത് ഏത് പോയിന്റിലാണോ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തത് ആ പോയിന്റ് നമ്മളുടെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ ഡിഫൈൻ ചെയ്ത ആ സിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അതാണ് എന്ത് വരുന്നത്, സെഡ് നോട്ടായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇവിടെ ഐ ആണ് ആ സിയുടെ ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മൾ ഐനെ നമ്മൾ എന്ത് ചൂസ് ചെയ്തു, സെഡ് നോട്ടായിട്ട് ചൂസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനല്ല ഇതേ ക്വസ്റ്റ്യൻ തന്നെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി മാറിയിട്ട് മോഡുലസ് ഓഫ് സെഡ് ഈക്വൽ ടു 2 ആണ്. മോഡുലസ് ഓഫ് സെഡ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ സർക്കിള്, പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സർക്കിൾ വിത്ത് സെൻറ്റർ ഒറിജിനും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ. ദെൻ ഹിയർ സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 2. ദെൻ ബോത്ത് ദി പോയിൻറ്റ് z equal to i ആൻഡ് z equal to -i ലൈസ് ഇൻസൈഡ് സി. നേരത്തെ നമ്മൾ ഒറ്റ പോയിൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 പോയിൻ്റ് എന്താണ് ഈ ഒരു പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലാണ് വരുന്നത്. z equal to iയും z equal to -iയും. ദെൻ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, z square minus 1/z square plus 1നെ z square minus 1/2i ഇൻറ്റു 1/z minus i minus 1/z plus i. എന്താണ് പാർഷ്യൽ ഫ്രാക്ഷൻ, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു z square minus 1/2i. നമ്മൾ എഫ് ഓഫ് സെഡ് ആയിട്ട് എന്തെടുത്തു, അപ്പോൾ നമുക്കിവിടെ ഐയും -iയും പോയിൻറ്റ്സ് സെഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഐ കൊടുത്തിട്ടുണ്ടെങ്കിൽ 0 ആവും, ഇതിൽ -i കൊടുത്തിട്ടുണ്ടെങ്കിൽ 0. അപ്പോൾ നമുക്ക് ഇത് രണ്ടും എഫ് ഓഫ് സെഡ് അല്ലാതെ എടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്തു, എഫ് ഓഫ് സെഡ് ആയിട്ട് ചൂസ് ചെയ്തു. സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു z square minus 1/2i. ദെൻ ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോം ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നമ്മൾ യൂസ് ചെയ്ത് അത് എഫ് ഓഫ് സെഡ് 1 അനലിറ്റിക് ആണ് ഈ നോൺ സി. ദെൻ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രേഷൻ z square minus 1 z square plus 1 dz നമ്മൾ ഇൻ്റഗ്രേഷൻ ഓവർ സി z square minus 1/2i ഇൻറ്റു 1/z minus i dz മൈനസ് ഇൻ്റഗ്രേഷൻ ഓവർ സി z square minus 1/2i ഇൻറ്റു 1/z plus i dz എന്ന് എഴുതി. ദെൻ z square minus 1/2iനെ നമ്മൾ എഫ് ഓഫ് സെഡ് എന്നാണ് എടുത്തത്. സോ എഫ് ഓഫ് സെഡ് ബൈ z minus i dz മൈനസ് ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ z plus i dz എന്ന് എഴുതി. ദെൻ നമ്മൾ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല എന്താണെന്ന് അറിയുന്നു, 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ടിന് എഴുതാം. ഇവിടെ ഫസ്റ്റ് കേസിൽ സെഡ് നോട്ട് പറഞ്ഞാൽ ഐ ആണ്. ദെൻ എഫ് ഓഫ് ഐ മൈനസ് 2πi ഇൻറ്റു സെക്കൻഡ് കേസിൽ -i ആണ്. സോ എഫ് ഓഫ് -i. ദെൻ 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് z square minus 1. ഇതിൽ സെഡിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക, ഐ എന്ന് കൊടുക്കാം. ദെൻ അടുത്തതിൽ സെഡിൻ്റെ സ്ഥലത്ത് -i എന്ന് കൊടുക്കാം. ദെൻ 2πi ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1/2i മൈനസ് 2πi ഇൻറ്റു -i സ്ക്വയർ മൈനസ് 1/2i എന്ന് വരും. ഇവിടെ ഇതിൻ്റെ വാല്യൂ എന്ത് വരും, ഈ ഒരു സെക്ഷൻ്റെ വാല്യൂ -2π എന്ന് വരും. ഓക്കെ, അതേപോലെ ഇവിടെ എന്ത് വരും, -i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. സോ -1 2, ഇവിടെ -2π എന്ന് വരും. ഓക്കെ, രണ്ട് സ്ഥലത്തും -2π എന്ന് വരും. ഇവിടെ ഈ ഒരു -2π എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. നമുക്കെന്താ ഇവിടുത്തെ ഈ മൈനസും ഇതും കൂടിയിട്ട് പ്ലസ് ആവും. സോ +2πയും ഇവിടുത്തെ -2πയും കൂടി നമുക്ക് എന്ത് ആൻസർ കിട്ടും, ഫൈനൽ ആൻസർ ഈസ് 0. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയും അതിന് ബേസ് ചെയ്തിട്ടുള്ള 3 പ്രോബ്ലംസും. ഓക്കെ, താങ്ക് യു.